ചിലയ്ക്കായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന് 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെ. ദയവായി ആരെങ്കിലും ഒരാൾ വായിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 35 മുതൽ 40. നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. മൂന്ന് സുവിശേഷങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ഒന്ന് മത്തായി 13 പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലൂക്കോസിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മർക്കോസിൽ പറയുന്നുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശിഷ്യന്മാരുടെ പടകിൽ യേശു കയറി എന്ന് മറ്റ് അധ്യായങ്ങളിൽ പറയുന്നു. ഈ അധ്യായത്തിൽ പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. പുരുഷാരത്തെ വിട്ടിട്ട് എങ്ങോട്ട് കയറി? പടകിലോട്ട് കയറി. പടകിൽ കയറി പടകിൽ കയറി എന്തേ എന്താ പോകാൻ പോലും പറഞ്ഞില്ല അല്ലേ? എന്താ ഒറ്റ അടിയ അങ്ങനെ സ്റ്റാർട്ടാക്കി ഒരൊറ്റ ഇളക്കാം. കിട്ടിയ പാട് യേശുവിന്റെ കൈ കിട്ടിയ പാട് എന്താ വിചാരിച്ചാല് ഇവനെ കൊണ്ട് പോയാൽ എനിക്ക് വല്ലതും കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് യേശു പടകിൽ കയറിയ പാട്. ഒന്ന് പറഞ്ഞേ ഉള്ളൂ, നമുക്ക് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞത് കയറി പാട്. സാധാരണ നമ്മൾ ബൈക്കിലൊക്കെ എന്താ പറയുന്നത്? ഞാൻ പോലെ അല്ലേ, നമ്മൾ വണ്ടിയല്ലേ പിള്ളേരെ കയറിയാൽ പോലെ ഓക്കെയാണ് പോലെ എന്ന് ചോദിക്കും. പക്ഷെ ഈ ശിഷ്യന്മാരത് ചോദിച്ചില്ല. അവൻ പുരുഷാരത്തെ വിട്ടു. ഹല്ലേലൂയ. അവൻ പുരുഷാരമൊത്ത് ഒരുമിച്ച് അവൻ വചനത്തെ വിളമ്പിയതിന് ശേഷം അനുഗ്രഹങ്ങളെ കൊടുത്തതിന് ശേഷം അനേക സൗഖ്യം പ്രാപിച്ച് കാണും. പക്ഷേ പിന്നെ അവിടെ ഒരു യാത്രയാണ്. പുരുഷന്മാരുടെ അടുത്ത ശിഷ്യന്മാരുടെ യാത്ര പുറപ്പെടുമ്പോൾ അവിടെ ചില ചെറു പടകളും അവന്റെ കൂടെ കൂടി. ഹല്ലേലൂയ. ഇതുപോലെയാണ് ആത്മീക ലോകവും. അബ്രഹാം യേശുവിനെ കണ്ടിറങ്ങിയപ്പോൾ ലോത്ത് എന്താണ്? അബ്രഹാമിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. അവന്റെ നോട്ടം എന്തായിരുന്നു? ഈ ലോകത്തിന്റെ സ്നേഹമായിരുന്നു. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? അബ്രഹാമിനെ പോലെ വിളി കേട്ടവരായിരിക്കണം. ഹല്ലേലൂയ. അബ്രഹാം വിളി കേട്ടിറങ്ങിയത് കൊണ്ട് അവന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ ലോകത്തിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ കാണുമ്പോൾ അവൻ ശിഷ്യന്മാരുടെ പടകിൽ കയറിയ പാടെ അവർ യാത്ര പുറത്തുനിന്ന് ആ പുരുഷാരം കണ്ട് ചില ചെറുതോണികളുമായി പെട്ടെന്ന് അവന്റെ പുറകെ യാത്ര പുറപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ പുറകെ അല്ലെങ്കിൽ പടകിന്റെ പുറകെ യാത്ര പുറപ്പെട്ടെ? ഞാൻ ചോദിച്ചു, എന്തിനാ പറയാനറിയില്ല. യേശുവിന്റെ പുറകെ അവർ യാത്ര പുറപ്പെട്ടു അല്ലേ? യേശു ഒരു മൈതാനത്ത് വളരെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അതിന് കൊടുത്ത് സൗഖ്യം പ്രാപിച്ച് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ യേശു കടലിൽ യാത്ര ചെയ്തപ്പോൾ ഇവൻ എന്തേലും ഒപ്പിക്കും, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തോ കൊടുക്കുവാന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ കുറെ ചെറു പടകളും അവന്റെ ചുറ്റും പുറപ്പെട്ടു. യേശുവിന്റെ പരിശുദ്ധ വേളയിൽ ഇങ്ങനെയായിരുന്നു പലരും. യേശുവിന്റെ അനുഗ്രഹത്തെ കാണുവാൻ വേണ്ടി, യേശുവിന്റെ പ്രവൃത്തികളെ കാണുവാൻ വേണ്ടി, മൂന്നാമത് യേശുവിന്റെ അപ്പം തിന്നുവാൻ വേണ്ടി ചിലരെന്താ സൗഖ്യം പ്രാപിക്കുവാൻ തന്നെ നടന്നു, ചിലരെന്താ അന്യഭൂസ്ഥനായി നടന്നു. ഇതുപോലെ കാലം നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണം? ഒരു അനുഭവത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതയാത്ര. നമ്മൾ മറ്റുള്ളവരെ പോലെ എന്തായിരിക്കണം?
അനുഭവങ്ങളെ ഓർക്കുമ്പോൾ അവൻ നമ്മുടെ പടകിലുണ്ട്. പടകിന്റെ പുറകെ പോകേണ്ടവരല്ല. യേശു എന്റെ പടകിലുണ്ട് എന്ന് ഇതുപോലെ കാലം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ യാത്ര മറ്റുള്ളവന്റെ പുറകെയായിരിക്കും. ഇന്നുപോലെ കാലം നമ്മുടെ യാത്രക്ക് വ്യതിയാനം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ യാത്രക്ക് വ്യതിയാനം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ യാത്ര എങ്ങനെയാ? പലരെയും വള്ളത്തിൽ പലരും അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ശിഷ്യന്മാർ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അവർ ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും പോയാൽ എനിക്ക് നടക്കുമെന്ന് ഇന്നിവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പടകില് യേശു കയറുവാൻ ആഗ്രഹം വരുമ്പോൾ നമ്മൾ തുറന്നു കൊടുക്കുന്ന ഒരു പടകായിരിക്കാൻ, തുറന്നു കൊടുക്കുന്ന ഹൃദയമായിരിക്കാൻ ഇന്നപോലെ കാലം ദൈവം ആഗ്രഹിക്കാണ്. നമ്മുടെ ഹൃദയം അടഞ്ഞു കിടക്കുവാൻ ആഗ്രഹമില്ല. യേശു ശിഷ്യന്മാരുടെ പടകിൽ കയറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ട് എന്ന് യേശുവിന് ചിലപ്പോൾ അവരുടെ പരീക്ഷണം ഇരിക്കും. നിങ്ങൾ എത്രത്തോളം വിശ്വാസം ഉണ്ട് എന്ന് അറിയണമെന്നിരിക്കും. നിങ്ങൾ അനേക അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിച്ചിട്ട് ഒരു ചെറിയ വിഷയം വരുമ്പോൾ ദൈവത്തിൽ നീ പറയുമെന്ന് അറിയാൻ വേണ്ടി തന്നെയായിരിക്കും യേശു ശിഷ്യന്മാരുടെ പടകിൽ കയറിയത്. യേശുവിന്റെ സകല പ്രവൃത്തികളും യേശുവിന്റെ സകല അനുഗ്രഹങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തികൾ മാത്രമാണ് യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പടകാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു വിശ്വാസം കണ്ടെത്തണം. ഹല്ലേലൂയ, എന്റെ യേശു എന്റെ പടകിലുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ അതിന്റെ 30 മറ്റു ചെറുപിടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴി ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തീര തള്ളിക്കയറുകൊണ്ട് അത് മുഖമാരായി. അങ്ങനെ ഈ ചെറുപടകാർ വിചാരിച്ചു എന്താ? പോയത് അബദ്ധമായി. ബെന്തിക്കോസിൽ പോയത് അബദ്ധമായി. മുങ്ങിയുടെ അബദ്ധമായി. എന്താ ഇപ്പൊ നാട്ടുകാർ നമ്മൾ നാണക്കേടുമായി. എന്താ പറഞ്ഞട്ടെ? അത് 78 ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ 82 എനിക്ക് എന്നാ അനുഭവം പറയുന്നത്? ചെറുപട അങ്ങനെയാണ് അല്ലേ? എന്താ യുവമാന കൂടെ പോയത് എനിക്ക് അബദ്ധമായി. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ പടകിൽ യേശു കയറിയപ്പോൾ ചെറുപടകൾ അവന്റെ കൂടെ കൂടി.